നമസ്കാരം, ഞാൻ ഡോക്ടർ സൗമ്യ സരൻ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അസർബൈജാനിലാണ്. അവിടെ തന്നെ ബാക്കുവിന് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് ഇത്, ഫയർ മൗണ്ടൻ. നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ ഇതൊരു മൗണ്ടൻ ആണ്, പക്ഷെ ഇവിടെ നാച്ചുറൽ ആയിട്ട് ഫയർ കാണുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഫയർ ടെമ്പിളും ഉണ്ട്, ഫയർ മൗണ്ടനും ഉണ്ട്. പണ്ട് നമ്മുടെ ഇന്ത്യക്കാരെല്ലാം പിൽഗ്രിമേജിന് വേണ്ടി വന്നിരുന്ന ഒരു സ്ഥലമാണ്. അതായത് സൊയാസ്ട്രിയൻസ് പറയുന്ന ഒരു കൂട്ടമാണ് ഇത് പിൽഗ്രിമേജിന് വേണ്ടി വന്നിരുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗണ്ടനിൽ നിന്ന് നാച്ചുറൽ ആയിട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, നാച്ചുറൽ ആയിട്ടാണ് ഈ ഫയർ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നാച്ചുറൽ ഗ്യാസസ് പുറത്തേക്ക് വരുന്നതിന്റെ ഫലമായിട്ട് ആ ഗ്യാസിന് തീ പിടിച്ചിട്ട് ഇത് നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇതാരും ഇവിടെ ഫയർ കൊടുത്തതൊന്നുമല്ല കേട്ടോ, തീ കൊടുത്തതൊന്നുമല്ല. സോ അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. ഇത് ഇവിടെ മാത്രം കാണുന്ന ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണ്, പ്രതിഭാസമാണ്. സോ അതുകൊണ്ടാണ് ഇത് എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അടുത്ത് നിൽക്കുന്നത് നല്ല സുഖമാണ്, നല്ല ചൂടാണ്. ഇപ്പൊ ബാക്കുവിന് അത്യാവശ്യം നല്ല വിന്ററാണ്. ഭയങ്കര തണുപ്പെന്ന് പറയില്ല, പക്ഷെ ഇന്ന് തണുപ്പുള്ള സമയമാണ്. സോ ദിസ് ഈസ് ഫയർ മൗണ്ടൻ അറ്റ് ബാക്കു, അസർബൈജാൻ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഫയർ ടെമ്പിൾ. ഇങ്ങനെയുള്ള ധാരാളം ഫയർ പ്ലേസസ് ഉണ്ട് ഈ ടെമ്പിളിൽ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ സൊറോസ്ട്രിയൻസിന്റെ പിൽഗ്രിമേജ് പ്ലേസ് ആയിട്ട്, അതായത് അവരുടെ ഒരു ആരാധനാലയമായിട്ട് ഇപ്പോഴും അസർബൈജാനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൂറിസ്റ്റ് സ്പോട്ടും അതില്ലെങ്കിൽ ഒരു വളരെയധികം ഹിസ്റ്റോറിക് പ്രാധാന്യമുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ഈ സൊറോസ്ട്രിയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഒരു റിലീജിയൻ, ഇവിടെ രൂപപ്പെട്ട ഒരു മതവിഭാഗമാണ് സൊറോസ്ട്രിയൻസ്. അവരിപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത അതേ ആളുകളെയാണ് നമ്മൾ പാഴ്സീസ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിട്ട് 4 സംഗതികളാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള അവർ ആരാധിക്കുന്നത്. അത് ഒന്ന് അഗ്നി, ഫയർ, വാട്ടർ, എയർ ആൻഡ് വിൻഡ് ആണ്. അസർബൈജാൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ ലാൻഡ് ഓഫ് ഫയർ എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇവിടെ എല്ലാം ഈ പറയുന്ന 4 സംഗതികളും, ഇവിടെ ഏത് സമയം ഭയങ്കരമായി കാറ്റടിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ കാസ്പിയൻ സീ, അതുപോലെ ഈ പറയുന്ന വാട്ടർ അവർ ആരാധിക്കുന്നുണ്ട്, പിന്നെ ഫയർ, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഇവിടെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അസർബൈജാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ഈ മതത്തിന്റെ ഉത്ഭവസ്ഥാനവും അതുപോലെ തന്നെ ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ. അവിടെയുള്ള അവരെന്നാണ് നമ്മൾ പാഴ്സീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പാഴ്സീസിനെ അറിയുന്നവർക്ക് അറിയാം, അവര് ശവശരീരം ഒന്നും മറവ് ചെയ്യാറില്ല. അവരത് ഈ വൾച്ചേഴ്സിന്, അതായത് കഴുകന്മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവര് ഈ പറയുന്ന 4 വാട്ടർ, എർത്ത്, അതുപോലെ തന്നെ വിൻഡ്, അതായത് എയർ ആൻഡ് ഫയർ, ഈ 4 സംഗതികളെയാണ്, ഈ 4 ശക്തികളെയാണ് അവർ ആരാധിക്കുന്നത്. സോ അവരുടെ ഉത്ഭവം എന്ന് പറയുന്നതും ഇവിടെ നിന്ന് അസർബൈജാനിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, കാനഡ, UK അങ്ങനെ പല പല രാജ്യങ്ങളിലേക്കും അവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും താമസിച്ചു വരുന്നുണ്ട്, നമ്മുടെ ഒരു പ്രധാന ജനവിഭാഗമായിട്ട് താമസിച്ചു വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതും ഫയർ ടെമ്പിളിലെ ഫയറാണ്. ഇതും നാച്ചുറൽ ഗ്യാസ് കൊണ്ട് കത്തുന്നതാണ് കേട്ടോ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സൊയാസ്ട്രിയൻസ് അവരുടെ ഒരു പുണ്യസ്ഥലമായി കണ്ടിരുന്ന പിൽഗ്രിമേജിന് വന്നിരുന്ന സ്ഥലമാണിത്, ഈ ഫയർ ടെമ്പിൾ അസർബൈജാനിലെ. പാപ്പു ഗ്യാസിന്റെ ഔട്ട്ലെറ്റ്